ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 5 വിശുദ്ധ ആന്റണി സക്കറിയായുടെ തിരുനാൾ. ഇറ്റലിയിൽ ജനിച്ച ആന്റണി മരിയ സക്കറിയായുടെ അമ്മ 18 വയസ്സിൽ വിധവയായതിനാൽ മകന്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് അവൾക്ക് സ്വയം സമർപ്പിച്ചു. 22ാമത്തെ വയസ്സിൽ ഒരു ഭിക്ഷഗുര പരീക്ഷ ജയിച്ചു. ക്രമോന്നയിൽ ദരിദ്രരുടെ ഇടയിൽ ജോലി ചെയ്തു. വൈദിക പഠനം നടത്തി. 28ാമത്തെ വയസ്സിൽ വൈദികനായി. ഉടനടി ഫാദർ ആന്റണി മിലാനിലേക്ക് പോവുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഓരോ സഭ സ്ഥാപിക്കാൻ തുടങ്ങി. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത നവീകരണമായിരുന്നു ലക്ഷ്യം. അന്ന് ലൂതറിന്റെ മതവിപ്ലവം തിളച്ചു പൊങ്ങുകയായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ ശിഷ്യനായ വിശുദ്ധ ബർണബാസിന്റെ നാമത്തിൽ ബർണബറ്റ് എന്ന് പുരുഷ വിഭാഗത്തിന് ആന്റണി പേരിട്ടു. അൽമായ പ്രേക്ഷിതത്വം, അടുത്തടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, 40 മണി ആരാധന, ക്രൂശിത രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയും അനുതാപത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും തെരുവീതികളിൽ ചുറ്റി നടന്ന് പ്രസംഗിച്ചു. ആഞ്ചലിക്കൻസ് ഓഫ് സെന്റ് പീറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ധ്യാന പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗിയായി ഫാദർ ആന്റണി സ്വഭവനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് 36ാമത്തെ വയസ്സിൽ ദിവംഗതനായി. 27 വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അഴിയാതിരിക്കുന്നതായി കാണാം. 13ാം ലിയോ മാർപ്പാപ്പ 1897 മെയ് 27 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. വിശുദ്ധ ആന്റണി സക്കറിയ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.